ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ SDPI ബന്ധത്തിൽ ആലപ്പുഴ ചെങ്ങന്നൂർ ചെറിയനാട്ടിൽ CPM അംഗങ്ങളുടെ രാജി തുടരുന്നു. ചെറുമിക്കാട് ഓട്ടോഫീസ് ആഞ്ഞിലിച്ചുവട് ബ്രാഞ്ചുകളിലെ മുഴുവൻ അംഗങ്ങളും രാജി നൽകി. പുതുതായി 14 അംഗങ്ങളാണ് പാർട്ടി വിട്ടത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷീദ് മുഹമ്മദിന് SDPI നേതാവുമായി ബിസിനസ് പങ്കാളിത്തമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. ഇതോടെ രാജിവെച്ചവരുടെ എണ്ണം 51ആയി. രാജിക്കാര്യം CPM ജില്ലാ സെക്രട്ടറി R. നാസർ സ്ഥിരീകരിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ചെങ്ങന്നൂർ ചെറിയനാട് സൌത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷീദ് മുഹമ്മദ് പകൽ CPM-ഉം രാത്രി SDPI-യുമാണെന്ന ഗുരുതര ആരോപണം വീണ്ടും ഉന്നയിച്ചാണ് ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെ 14 CPM അംഗങ്ങൾ കൂടി രാജിവെച്ചത്. ഫെബ്രുവരി 1 മുതൽ പ്രവർത്തകർ കൂട്ടത്തോടെ രാജി ചെങ്ങന്നൂരിൽ നൽകി വരികയാണ്. ആദ്യഘട്ടത്തിൽ വർഗ ബഹുജന സംഘടനകളുടെ ഭാരവാഹികൾ ഉൾപ്പെടെ 34 പാർട്ടി അംഗങ്ങൾ ജില്ലാ ഏരിയ നേതൃത്വങ്ങൾക്ക് രാജിക്കത്ത് നൽകി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷീദ് മുഹമ്മദ് SDPI നേതാവ് അഷാദുമായി ചേർന്ന് പരസ്യമായി കച്ചവടം നടത്തുന്നു എന്നതായിരുന്നു മുഖ്യ ആരോപണം. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ ABVP പ്രവർത്തകൻ വിശാലിനെ കൊല ചെയ്ത കേസിലെ പ്രതിയായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനുമായി LC സെക്രട്ടറി സ്ഥാപനത്തിന്റെ കൌണ്ടർ പങ്കിടുന്നതടക്കമുള്ള ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. വർഗീയതയ്ക്കെതിരെ സംസ്ഥാന നേതൃത്വം ആഹ്വാനം ചെയ്യുന്ന പരിപാടികളൊന്നും തന്നെ LCക്ക് കീഴിൽ നടത്തുന്നില്ലെന്നും രാജിക്കത്തിലുണ്ട്. ഷീദ് മുഹമ്മദിന്റെ വാർഡിൽ പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റിൽ CPM 3-ാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെട്ടതിനെക്കുറിച്ചും അന്വേഷണം വേണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. രാജി മാധ്യമങ്ങളിൽ വാർത്തയായതോടെ സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ ജനകീയ പ്രതിരോധ ജാഥ കഴിയുന്നതുവരെ സംയമനം പാലിക്കണമെന്ന് രാജി നൽകിയവരോട് ആവശ്യപ്പെടുകയായിരുന്നു. അവർ പരിഹരിച്ചില്ലേ ഞാൻ പരിഹരിച്ചാൽ പോരെ, അത് പരിഹരിക്കുമോ നോക്കട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ പരിഹരിക്കും. പിന്നെ അതുണ്ട് ജാഥ കഴിഞ്ഞ ശേഷം വിഷയം നേതൃത്വം ഒതുക്കി തീർക്കാനായാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാണ് ഇപ്പോൾ കൂടുതൽ രാജി. വിഭാഗീയതയേക്കാൾ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ചെങ്ങന്നൂരിലെ പാർട്ടി നേതൃത്വം ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. വർഗശത്രുക്കളുമായുള്ള പരസ്യ കച്ചവടം പ്രവർത്തകരിൽ അവമതിപ്പുണ്ടാക്കുമ്പോഴും നേതൃത്വം മൗനം പാലിക്കുകയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വളരെ വേഗം തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.